അയാളിപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നത് തന്നെ സെഞ്ചുറി അടിക്കാനാണ്. വിജയ് ഹസാരെയിൽ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ കളി കണ്ട് ആരെങ്കിലും ഇങ്ങനെ അടക്കം പറഞ്ഞാൽ തെറ്റു പറയാനാവില്ല. വിജയ് ഹസാരെയിലെ ഈ സീസണിലെ 8 മത്സരങ്ങളിൽ നിന്ന് മാത്രം 4 സെഞ്ചുറികളാണ് താരം നേടിയത്. 6 മത്സരങ്ങളിൽ 50+ സ്കോറുകൾ നേടുകയും ചെയ്തു. ഇന്നലെ നടന്ന മുംബൈക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും കർണാടകയുടെ വിജയശില്പി പടിക്കലായിരുന്നു. 95 പന്തിൽ 11 ഫോറുകളടക്കം പുറത്താകാതെ 81 റൺസ് നേടി. മഴ മൂലം ലക്ഷ്യം പുനർനിശ്ചയിച്ചതോടെ എളുപ്പത്തിൽ വിജയിച്ചിരുന്നില്ലെങ്കിൽ ഇന്നും താരത്തിന്റെ അക്കൗണ്ടിൽ വേറെയും സെഞ്ചുറി കൗണ്ട് വീണേനെ. ഇതിനു മുമ്പ് നടന്ന ഒരു ഗ്രൂപ്പ് മത്സരത്തിലും താരം സെഞ്ചുറിയുടെ വക്കിൽ വരെ എത്തിയതാണ്. രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ 91 റൺസിൽ നിൽക്കവെയാണ് താരം പുറത്തായത്. 82 പന്തിൽ 2 സിക്സറും 12 ഫോറുകളും അടക്കമായിരുന്നു ആ ഇന്നിംഗ്സ്. ത്രിപുരക്കെതിരെ 108, പുതുച്ചേരിക്കെതിരെ 113, കേരളത്തിനെതിരെ 124, ജാർഖണ്ഡിനെതിരെ 147 എന്നിങ്ങനെയായിരുന്നു സെഞ്ചുറി പ്രകടനങ്ങൾ. തമിഴ്നാടിനെതിരെ നേടിയ 22 റൺസ്, മധ്യപ്രദേശിനെതിരെ നേടിയ 35 എന്നീ സ്കോറുകളാണ് 50+ അല്ലാതെ പടിക്കൽ നേടിയിട്ടുള്ളത്. അതിലും 2 അക്കം കടക്കാനായി. ഇതിൽ ജാർഖണ്ഡിനെതിരെ നേടിയ 147 റൺസ് പ്രകടനം മറ്റൊരു ചരിത്ര നേട്ടം കൂടിയായിരുന്നു ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തിയത്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ ചേസ് ആയിരുന്നു അത്. ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ജാർഖണ്ഡ് ഉയർത്തിയ 413 റൺസ് വിജയലക്ഷ്യം 47.3 ഓവറിൽ കർണാടക മറികടന്നു. ഏതായാലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന സീസണോടെ ഒരു വലിയ റെക്കോർഡും കുറിക്കാൻ പടിക്കലിനായി. ടൂർണമെന്റ് ചരിത്രത്തിൽ 3 വ്യത്യസ്ത സീസണുകളിൽ 600-ലധികം റൺസ് നേടുന്ന ആദ്യ ബാറ്ററായി പടിക്കൽ മാറി. വിജയ് ഹസാരെയുടെ ചരിത്രത്തിൽ തന്നെ ആകെ 10 താരങ്ങൾ മാത്രമാണ് 600-ൽ കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത്. ആ 10 പേരിൽ മായങ്ക് അഗർവാൾ, ഋതുരാജ് ഗൈക്വാഡ് എന്നിവർ 2 തവണ ഈ നേട്ടം സ്വന്തമാക്കിയപ്പോൾ 3 തവണ 600 കടന്ന ഒരേയൊരു താരം പടിക്കൽ മാത്രമാണ്. 2019-20 സീസണിലാണ് പടിക്കൽ ടൂർണമെന്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അന്ന് 11 മത്സരങ്ങളിൽ നിന്ന് 609 റൺസുമായി ടോപ്പ് സ്കോറർ പട്ടികയിൽ മുന്നിലെത്തി. 2020-21 സീസണിൽ പടിക്കൽ തന്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തി. 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 147.40 ശരാശരിയിൽ 4 സെഞ്ചുറികളടക്കം 737 റൺസാണ് അന്ന് അടിച്ചുകുത്തിയത്. ആ സീസണിൽ കർണാടക സെമി ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. ശേഷം പരിക്കും ഫോം ഔട്ടും വലച്ച സീസണുകൾക്കൊടുവിൽ താരം വീണ്ടും വരവറിയിച്ചിരിക്കുകയാണ്. ഈ സീസണിൽ ഇതുവരെ 8 മത്സരങ്ങളിൽ നിന്ന് 721 റൺസാണ് നേടിയിട്ടുള്ളത്. എന്നാൽ ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ഫോം ഒന്നും ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ മലയാളി താരത്തെ തുണച്ചില്ല എന്നത് സങ്കടകരമാണ്. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ പരിഗണിക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം അതുണ്ടായില്ല. പകരം ആരെ മാറ്റി നിർത്തും എന്ന ചോദ്യമാണ് BCCIയെ കുഴക്കിയത്. 2 വീതം ടെസ്റ്റിലും T20യിലും മാത്രമാണ് ഇന്ത്യക്കായി ഇതിനു മുമ്പ് ദേവദത്ത് കളിച്ചിട്ടുള്ളത്. അതിൽ കാര്യമായി തിളങ്ങാൻ താരത്തിനായിരുന്നില്ല. ഏതായാലും ഈ 2ാം വരവിൽ ഈ ഫോം തുടർന്നാൽ ഏറെ കാലം കണ്ടില്ലെന്ന് നടിക്കാൻ BCCIക്കാവില്ല. കാത്തിരിക്കാം പടിക്കലിന്റെ ദേശീയ ടീമിലേക്കുള്ള റീ എൻട്രിക്കായി.